നമസ്കാരം മക്കളെ. അപ്പൊ നമ്മുടെ SSC പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പണ്ടത്തെ പോലെ പറ്റില്ല. ഡോക്യുമെന്റ്സും കാര്യത്തിലൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് ഡോക്യുമെന്റ്സിന്റെ കാര്യത്തിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്ന് അറിഞ്ഞതിന് ശേഷം മാത്രം നമ്മുടെ SSC GD കോൺസ്റ്റബിൾ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പൊ മക്കളെ ഞാൻ പറഞ്ഞുതരാം എന്താണ് വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്ന്. അപ്പൊ അറിയാത്തവർക്ക് വേണ്ടി ഒന്നുകൂടി പറയാണ്. നമ്മുടെ ഡിസംബർ 1-ാം തീയതി തന്നെ GD കോൺസ്റ്റബിൾ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ എത്രയൊക്കെയാണ് വേക്കൻസീസ്, എത്രമാത്രം അടിപൊളി നോട്ടിഫിക്കേഷൻ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. അപ്പോൾ നമുക്ക് വേണ്ട ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യത്തിലേക്ക് കിടക്കാം. SSCയുടെ പഴയൊരു സർക്കുലർ പ്രകാരം നമ്മളോട് പറഞ്ഞിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് SSCയുടെ സൈറ്റിൽ കയറി ഒരു പ്രൊഫൈൽ രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ മൊബൈൽ നമ്പർ, അതുപോലെ നമ്മുടെ ഇമെയിൽ ID, പിന്നെ ആധാർ നമ്പർ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ID പ്രൂഫ്, അതായത് വോട്ടർ ഐഡിയോ പാനോ പാസ്പോർട്ടോ മതി എന്നൊക്കെ ആയിരുന്നെങ്കിൽ കഴിഞ്ഞ വർഷം, അതായത് ജൂൺ 2025 ആയപ്പോഴേക്കും RRB പരീക്ഷകളെ പോലെ തന്നെ SSCയും എന്ത് മാൻഡേറ്ററി ആക്കി? ആധാർ വെരിഫിക്കേഷൻ മാൻഡേറ്ററി ആക്കി. അതുകൊണ്ട് തന്നെ നമുക്കിനി SSCയുടെ സൈറ്റിൽ കയറി ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്യുന്നവരാണെങ്കിലും ശരി, മുന്നേ രജിസ്റ്റർ ചെയ്തിട്ടിരുന്നവരാണെങ്കിലും ശരി, നമ്മൾ ആധാർ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് എക്സാമിനേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അത് ആദ്യമേ എല്ലാവരും ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇനി എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് വേണ്ടത്, അല്ലെങ്കിൽ ഏതൊക്കെ ഡോക്യുമെന്റ്സിന്റെ കാര്യത്തിലാണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ളത് എന്ന് ഞാൻ ഓരോന്നോരോന്ന് എടുത്ത് പറഞ്ഞു തരാം. ആദ്യമേ തന്നെ ഉള്ള പ്രശ്നമാണ് ID പ്രൂഫ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം പറഞ്ഞില്ല, ആധാർ വെരിഫിക്കേഷൻ മാൻഡേറ്ററി ആണെന്ന്. സോ നമുക്ക് ഇപ്പൊ പ്രൊഫൈലിൽ കയറി രജിസ്റ്റർ ചെയ്യണം. ആദ്യമായിട്ട് നമ്മൾ ഒരു അക്കൗണ്ട് ഉണ്ടാക്കണം. അതല്ലെങ്കിൽ മുന്നേ ആധാർ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ ഡെഫിനറ്റ്ലി എന്താണ്, നമ്മൾ ആധാർ കാർഡിന്റെ രജിസ്ട്രേഷൻ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടി വരും. അഥവാ ആധാർ വെരിഫിക്കേഷൻ മാൻഡേറ്ററി ആയിട്ട് ചെയ്യേണ്ടി വരും. ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു സിമ്പിൾ പരിപാടിയാണ്. നമ്മുടെ ആധാർ നമ്പർ എൻ്റർ ചെയ്യുക. അപ്പോൾ ആധാറായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലോട്ട് ഒരു OTP വരും. ആ ഒരു OTP വെച്ച് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഈ പറയുന്ന വൺ ടൈം രജിസ്ട്രേഷൻ OTR പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ നമ്മളുടെ പ്രൊഫൈലിന്റെ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് ആയിട്ടുള്ള വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ആധാർ വെരിഫിക്കേഷൻ മാൻഡേറ്ററി ആണ്. ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ആധാറിന്റെ നമ്പർ കയ്യിലുണ്ടായിരുന്നാൽ മതി. അഥവാ ആധാർ ഏതെങ്കിലും മൊബൈൽ നമ്പറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ്, നമുക്ക് OTP ചെന്നോളും. വേറെ ഒന്നും വേണ്ട. ആധാർ ഡയറക്റ്റ്ലി അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ഇനി രണ്ടാമത് ID പ്രൂഫ് വേണ്ടി വരുന്നത് നമ്മൾക്ക് എക്സാമിനേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുമ്പോഴാണ്. അപ്പോൾ നമ്മൾ പ്രൊഫൈൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ വൺ ടൈം രജിസ്ട്രേഷൻ വേണ്ടി വരുന്നത്. ഇനി എക്സാമിനേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ അവർ നമ്മളോട് ചോദിക്കും, നിങ്ങൾ ഏത് ID പ്രൂഫാണ് തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ എന്തായിരിക്കും വിചാരിക്കുക, നമ്മൾ എക്സാമിനേഷന് കൊണ്ടുപോകാൻ വേണ്ട ID പ്രൂഫ് ആകുമ്പോൾ നമ്മൾ മറക്കാതിരിക്കാൻ വേണ്ടി ഡ്രൈവിംഗ് ലൈസൻസും അതല്ലെങ്കിൽ വോട്ടർ ID ഒക്കെ നമ്മുടെ കയ്യിൽ എപ്പോഴും കൊണ്ട് നടക്കുന്ന സാധനങ്ങൾ വെച്ച് അപ്ലൈ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുക നമ്മുടെ ആധാർ തന്നെയാണ്. കാരണം വേറൊന്നുമല്ല, നമുക്ക് എക്സാമിനേഷൻ ഹാളിലേക്ക് പ്രവേശിക്കണമെങ്കിൽ നമ്മുടെ ബയോമെട്രിക് വെരിഫിക്കേഷൻ സക്സസ്ഫുൾ ആയിരിക്കണം. സോ അത് സക്സസ്ഫുൾ ആവണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നമ്മുടെ ആധാർ നമ്പർ നമ്മൾ എക്സാം ഹാളിൽ പറഞ്ഞു കൊടുക്കണം. അതിനുശേഷം ആ ഒരു ബയോമെട്രിക് വെരിഫിക്കേഷൻ സക്സസ്ഫുൾ ആയെങ്കിൽ മാത്രമേ നമുക്ക് എക്സാമിനേഷൻ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ, അപ്പിയർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്? നമ്മുടെ ആധാർ തന്നെ ID പ്രൂഫായിട്ട് കൊടുക്കുന്നതാണ് നല്ലത്. കാരണം എന്താണ്, നമ്മൾ എന്തായാലും ആധാർ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ആധാർ നേരെ അങ്ങോട്ട് കയ്യിലോട്ട് കൊടുക്കുന്നു, അതുപോലെ ബയോമെട്രിക് വെരിഫിക്കേഷൻ സക്സസ്ഫുൾ ആക്കുന്നു, തിരിച്ചിങ്ങോട്ട് എക്സാമിനേഷൻ എഴുതാനായിട്ട് പോകുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും ബെസ്റ്റ് വേ എന്ന് പറഞ്ഞാൽ നമ്മൾ ആധാർ തന്നെ ID പ്രൂഫായിട്ട് കൊടുക്കുന്നതാണ്. മറ്റ് ഡോക്യുമെന്റ്സ് കൊടുക്കുന്നതിലും തെറ്റൊന്നുമില്ല. ഓക്കെ, ഇനി മറ്റൊരു സംഭവമാണ് SSLC സർട്ടിഫിക്കറ്റ്, അഥവാ നമ്മുടെ മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ്. SSC GDയുടെ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഡോക്യുമെന്റ് ഏതെന്ന് ചോദിച്ചാൽ നമ്മുടെ SSLC സർട്ടിഫിക്കറ്റ് ആണ്. മറ്റൊന്നും കൊണ്ടുമല്ല, നമ്മൾ GD പരീക്ഷയുടെ ആപ്ലിക്കേഷനിലേക്ക് നമ്മുടെ എന്തൊക്കെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുന്നുണ്ടോ അതെല്ലാം എന്താണോ നമ്മുടെ SSLC സർട്ടിഫിക്കറ്റിൽ തന്നിരിക്കുന്നത് അതുപോലെ ആയിരിക്കണം. നമ്മുടെ പേര്, അച്ഛന്റെ പേര്, അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത്, പ്ലേസ് ഓഫ് ബർത്ത്, എന്തൊക്കെ ഡീറ്റെയിൽസ് നമുക്കുണ്ടോ അതൊക്കെ എന്തിന്റെ ബേസിലേ എൻ്റർ ചെയ്യാൻ പാടുള്ളൂ. SSLC സർട്ടിഫിക്കറ്റിൽ എന്താണോ കൊടുത്തിരിക്കുന്നത് അതിന്റെ ബേസിൽ തന്നെ എൻ്റർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. വേറൊന്നും കൊണ്ടല്ല ഇത് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മൾ പലരും ചെയ്യുന്നത് പറഞ്ഞാൽ ആധാറിലും SSLC സർട്ടിഫിക്കറ്റും തമ്മിൽ ചെറിയ പേരിൽ വ്യത്യാസം ഉണ്ടെന്ന് വിചാരിച്ചു. സ്വാഭാവികമായിട്ട് അവരെന്ത് ചെയ്യുന്ന അറിയാമോ? ആധാറിലെ പേര് വെച്ച് അപ്ലൈ ചെയ്യും. അവർ വിചാരിക്കുന്നതെന്ന് പറഞ്ഞാൽ ആധാറിന്റെ ബയോമെട്രിക് വെരിഫിക്കേഷൻ സക്സസ്ഫുൾ ആവണമെങ്കിൽ ആധാറിന്റെ പേര് തന്നെ എൻ്റർ ചെയ്യേണ്ടത്. അങ്ങനെയല്ല. SSLC സർട്ടിഫിക്കറ്റിലെ പേര് തന്നെ നിങ്ങൾ എൻ്റർ ചെയ്യുക. ആധാറിന്റെ സമയത്ത് വെരിഫിക്കേഷൻ, ബയോമെട്രിക് വെരിഫിക്കേഷൻ സക്സസ്ഫുൾ ആണോ എന്ന് മാത്രമേ അവർ നോക്കുകയുള്ളൂ. ഇപ്പൊ നമ്മുടെ പേരിൽ ചെറിയ വ്യത്യാസം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഒരു പ്രശ്നമില്ല. നമ്മുടെ എക്സാമിന് കയറ്റും, എക്സാം എഴുതാൻ പറ്റും, റിസൾട്ട് വരും. ഇതൊക്കെ കഴിഞ്ഞ് നമുക്ക് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു സ്റ്റേജിന്റെ DV, ഈ ഒരു സ്റ്റേജ് എത്തുമ്പോൾ മാത്രം ഈ പറയുന്ന ഡോക്യുമെന്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്താൽ മതി. എന്തെങ്കിലും മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അഫിഡവിറ്റ് കൊടുത്താൽ മതി. അങ്ങനെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അതൊന്നും കണ്ട് ആരും പേടിക്കാൻ നിൽക്കേണ്ട. വെരിഫിക്കേഷൻ ഫെയിൽ ആവുന്ന യാതൊരു ആവശ്യവുമില്ല. നിങ്ങൾ എന്താണോ നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റിലെ ഡീറ്റെയിൽസ് അത് വെച്ച് തന്നെ GDയുടെ കോൺസ്റ്റബിൾ ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക.
അടുത്ത ഒന്നാണ് നമ്മുടെ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ്സ്. എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ്സിനെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ SSLC ആയാലും ശരി, മറ്റ് നമ്മുടെ ഹയർ ലെവൽ ഡിഗ്രി സർട്ടിഫിക്കറ്റോ പ്ലസ് 2 സർട്ടിഫിക്കറ്റോ ഇതൊന്നും നമുക്ക് എന്ത് ചെയ്യേണ്ടി വരുന്നില്ല, അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടി വരുന്നില്ല. പക്ഷേ നമ്മളോട് അവർ ചോദിക്കും നമ്മുടെ ഹയസ്റ്റ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്താണ്. അപ്പൊ നമ്മളിപ്പോൾ ഡിഗ്രി ആണ് കൊടുക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ ഡിഗ്രിയുടെ മാർക്ക്, അതുപോലെ ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പാസ്സായി തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്താണ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടി വരും. സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ട, പക്ഷെ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ മാർക്കും കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇനി നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ട 2 സാധനങ്ങളാണ് ആകെ ഈ പരീക്ഷയ്ക്ക് ഒരു സാധനം അപ്ലോഡ് ചെയ്ത് അങ്ങോട്ട് കൊടുക്കേണ്ടി വരുന്നത് ഡോക്യുമെന്റ് ആയിട്ട് നമ്മുടെ കൈയൊപ്പ് അഥവാ സിഗ്നേച്ചറും പാസ്പോർട്ട് സൈസ് ഫോട്ടോ മാത്രമാണ്. ഇപ്പൊ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യാൻ ഭയങ്കര ഈസി പരിപാടിയല്ലേ. നമ്മൾ ജസ്റ്റ് ഒരു വെള്ള പേപ്പറിൽ എടുക്കുക, നമ്മുടെ സൈൻ പ്രോപ്പർ ആയിട്ടൊന്ന് ഇടുക, എന്നിട്ട് അതിന് ശേഷം ഒരു ഫോട്ടോ എടുക്കുക. അവർ പറഞ്ഞേക്കുന്ന ഫോർമാറ്റിൽ ഇന്റർനെറ്റ് വെച്ച് തന്നെ നമുക്ക് കൺവേർട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. നേരെ അങ്ങോട്ടേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. സിമ്പിൾ പരിപാടിയാണ്. ബ്ലാക്ക് പെൻ വെച്ച് തന്നെ നിങ്ങൾ സൈൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അവർ പറഞ്ഞിരിക്കുന്ന ഫോർമാറ്റിലൊക്കെ തന്നെ എല്ലാം ചെയ്യാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക. എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ അക്ഷയ സെന്ററിൽ ഇന്റർനെറ്റ് കഫേയിലൊക്കെ പോയിട്ട് ശേഷം മാത്രം അപ്ലൈ ചെയ്താൽ മതി. ഇനി അടുത്തത് നമ്മുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ. പാസ്പോർട്ട് സൈസ് ഫോട്ടോ എഗെയിൻ പലരും വരുത്തുന്ന ഒരു മിസ്റ്റേക്ക് ആണ് ഈ പാസ്പോർട്ട് സൈസ് ഫോട്ടോയുടെ കാര്യത്തിൽ. ഇപ്പൊ പലരും ചെയ്യുന്ന പരിപാടി എന്താണെന്ന് അറിയാമോ? എക്സാമിനേഷന് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു സോഫ്റ്റ് കോപ്പി ആയിട്ട് നമ്മുടെ കയ്യിലുണ്ടാവും. ആ ഒരു സോഫ്റ്റ് കോപ്പി വെച്ച് നമ്മൾ ആപ്ലിക്കേഷനിൽ ഒരു നല്ലൊരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു പഴയ ഒരു ഫോട്ടോ വെച്ച് അപ്ലൈ ചെയ്യും. എന്നിട്ട് നമ്മൾ എക്സാമിനേഷന് പോകുമ്പോൾ നമ്മുടെ ലേറ്റസ്റ്റ് ഫോട്ടോ ഒക്കെ ആയിട്ട് നല്ല എക്സാമിനേഷൻ ഹോളിലേക്ക് കയറി ചെല്ലും. അതങ്ങനെ ഒരിക്കലും ചെയ്യാനായിട്ട് പാടുള്ളതല്ല. നമ്മൾ എന്ത് ഫോട്ടോ വെച്ചാണോ നമ്മൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തത് അതേ ഫോട്ടോയുടെ ഹാർഡ് കോപ്പി തന്നെ ആയിട്ട് വേണം നമ്മൾ എക്സാം ഹാളിലേക്ക് പോകാൻ. അതാണ് ഏറ്റവും ബെസ്റ്റ്. അല്ലെങ്കിൽ നമുക്ക് ചടങ്ങ് പിടിച്ച പരിപാടിയാണ്. സോ എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഇപ്പോൾ അങ്ങനെ ഒരു സോഫ്റ്റ് കോപ്പി ആയിട്ട് ഒരു ഫോട്ടോ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോട്ടോ എടുത്ത കടയിൽ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ നമുക്ക് മെയിൽ അയച്ചു തരും. ഇനി അതല്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് ലേറ്റസ്റ്റ് ഫോട്ടോ തന്നെ വേണമെന്നാണെങ്കിൽ നിങ്ങൾ ഒരു ലേറ്റസ്റ്റ് ഫോട്ടോ അങ്ങ് എടുത്തേക്കുക, അത് സോഫ്റ്റ് കോപ്പി ആയിട്ട് മെയിൽ ചെയ്ത് മേടിക്കുക. അതുപോലെ തന്നെ അത് പ്രിന്റ് എടുത്തുകൊണ്ട് തന്നെ നമ്മൾ എക്സാമിനേഷൻ എഴുതാൻ പോകുമ്പോൾ കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കുക. അത്രയും ചെയ്താൽ മതി. അപ്പോൾ ഫോട്ടോയുടെ കാര്യത്തിലും ആരും മിസ്റ്റേക്കുകളൊന്നും വരുത്താനായിട്ട് നിൽക്കല്ലേ. ഇനി കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അതുപോലെ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ 2 സർട്ടിഫിക്കറ്റുകളും നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടി വരുന്നില്ല. നമ്മൾ ആ സർട്ടിഫിക്കറ്റിന്റെ നമ്പറും കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. അതായത് ഇനി ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ സ്റ്റേജ് വരുമ്പോൾ മാത്രമേ നമ്മൾ ഈ സർട്ടിഫിക്കറ്റ് ഒക്കെ സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ. സോ നമ്മുടെ നിലവിൽ കയ്യിലുള്ള സർട്ടിഫിക്കറ്റിന്റെ നമ്പറും കാര്യങ്ങളും ഒക്കെ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് സക്സസ്ഫുൾ ആയിക്കോളും. ഇനി സർട്ടിഫിക്കറ്റ് കയ്യിലില്ല എന്നുള്ളവരാരും പേടിക്കേണ്ട. മാക്സിമം 3 ദിവസമൊക്കെയാണ് ഇപ്പോൾ ഒരു നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റോ കാസ്റ്റ് സർട്ടിഫിക്കറ്റോ വേണ്ടി എടുക്കുന്ന സമയം. അപ്പൊ അതിനുള്ളിൽ ഈ സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിലോട്ട് കിട്ടും. അപ്പൊ അതും പറഞ്ഞ് ആരും പേടിക്കാൻ നിൽക്കല്ലേ. 31-ാം തീയതി വരെ സമയമുണ്ട് എന്നും പറഞ്ഞ് 31-ാം തീയതിക്ക് 2 ദിവസം മുന്നേ പോയി അപ്ലൈ ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. ഈ സർട്ടിഫിക്കറ്റ് ഒന്നും കയ്യിലില്ല എന്നാണെങ്കിൽ എന്റെ മക്കൾ എത്രയും പെട്ടെന്ന് പോയി ഈ സർട്ടിഫിക്കറ്റ് ഒക്കെ അപ്ലൈ ചെയ്യാനായിട്ട് അക്ഷയ സെന്ററിലോട്ട് വിട്ടോ. എന്നിട്ട് ഈ സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടിയതിന് ശേഷം ആപ്ലിക്കേഷൻ പ്രോസസ് എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തോ. ഓക്കെ. പിന്നെ ഒരു സംഭവമാണ് നമ്മുടെ NCC സർട്ടിഫിക്കറ്റ്. നമ്മുടെ സ്കൂളിലും കോളേജിലൊക്കെ NCC ഉണ്ടായിരുന്നവരാണെങ്കിൽ അവർക്ക് ABC കാറ്റഗറിയിൽ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഏത് കാറ്റഗറി ആണോ അതനുസരിച്ചുള്ള ബോണസ് മാർക്കൊക്കെ GD കോൺസ്റ്റബിൾ പരീക്ഷയ്ക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ NCC സർട്ടിഫിക്കറ്റിന് നല്ല വാല്യൂ ഉണ്ട്. അപ്പോൾ NCC സർട്ടിഫിക്കറ്റുമായിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് എൻ്റർ ചെയ്യേണ്ടി വരും. അപ്പോൾ സർട്ടിഫിക്കറ്റ് കയ്യിലുള്ളവർ എന്തായാലും ആ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൂടി ഒന്ന് കാണാതെ പോയവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് തപ്പി വെച്ചേക്കാം. എന്നിട്ട് അതിന്റെ ഡീറ്റെയിൽസ് കൂടി എൻ്റർ ചെയ്തേക്കാം. ബോണസ് മാർക്ക് വെറുതെ മിസ്സാക്കി കളയരുത്. അപ്പൊ മക്കളെ ഇത്രയും മതി നമുക്കൊരു GD കോൺസ്റ്റബിൾ പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. സിമ്പിൾ പ്രൊസീജിയർ ആണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ കോംപ്ലിക്കേറ്റഡ് ഒന്നുമില്ല. സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ആദ്യമായിട്ട് രജിസ്ട്രേഷൻ ചെയ്യുന്നവരാണെങ്കിലും ശരി, മുന്നേ ചെയ്തിട്ടിരുന്നവരാണെങ്കിലും ശരി, സുഖമായിട്ട് ഈ പരിപാടികളൊക്കെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോ ആപ്ലിക്കേഷന് ശേഷം നമ്മുടെ അടുത്ത പണി എന്താണ്? അടുത്ത പണിയല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോഴേ തുടങ്ങേണ്ട ഒരു പണി എന്താണ്? നമ്മൾ പഠിച്ചു തുടങ്ങണം. കാരണം നമുക്ക് മാക്സിമം ഒരു 100 ദിവസം അല്ലെങ്കിൽ 100-120 ദിവസമൊക്കെയാണ് നമ്മുടെ മുന്നിലുള്ളത്. ഇത് കറക്റ്റ് സമയമാണ്, കൃത്യ സമയമാണ്. നമുക്ക് ഈ സാധനം പഠിച്ചെടുത്ത് അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ചെയ്ത് നല്ല സൂപ്പർ ആയിട്ട് എക്സാം കംപ്ലീറ്റ് ചെയ്ത് എഴുതി വന്ന് നല്ലൊരു റാങ്കിലേക്ക് എത്താനുള്ള കറക്റ്റ് സമയം നമ്മുടെ മുന്നിലുണ്ട്. കാരണം SSC ഓൾറെഡി എക്സാമിനേഷൻ ഡിലേ വന്നതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യത്തിലധികം സമയമുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ഈ ഒരു സമയം കൃത്യമായിട്ട് സ്റ്റഡി പ്ലാൻ ഇട്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ മക്കളെ ഉറപ്പാണ് നിങ്ങൾക്ക് ഈ ഒരു എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു അവസരം ആരും മിസ്സാക്കി കളയല്ലേ. അപ്പൊ അതുപോലെ തന്നെ ഞങ്ങൾ പറയുന്ന പോലെ തന്നെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു കിഡിലെ സ്റ്റഡി പ്ലാനോട് കൂടി ഞങ്ങളോടൊപ്പം നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളൊരു ലിമിറ്റഡ് സീറ്റ്സ് ബാച്ച് SSC GDക്ക് വേണ്ടിയിട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അടിപൊളി ബാച്ച് ആയിരിക്കും. വേറെ ഒന്നും കൊണ്ടല്ല പറയാനുള്ള കാര്യം, നമ്മൾ 2 മാസം കൊണ്ട് തന്നെ നമ്മുടെ സിലബസ് ഫുള്ള് കവർ ചെയ്തിട്ടുണ്ടാവും. ഉറപ്പുള്ള കാര്യമാണ്. നമ്മൾ അങ്ങനെയാണ് സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കിയേക്കുന്നത്. 2 മാസം കൊണ്ട് സിലബസ് മാക്സിമം കവറേജ് ഉണ്ടാക്കും. അതിനുശേഷം കൂടുതലായിട്ട് PYQs അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റ് ഇതിലൊക്കെ കൂടുതൽ ഫോക്കസ് ചെയ്യുക. മക്കളെ ഞാൻ എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചു വെക്കുക. നിങ്ങൾ എവിടെ വേണമെങ്കിലും ജോയിൻ ചെയ്തോ, പക്ഷേ
നിങ്ങൾ മാക്സിമം പ്രീവിയസ് ഇയർ ചോദ്യങ്ങളും അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകളും അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം നിങ്ങളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അതല്ലാതെ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ഞാൻ കുറെ സാധനങ്ങൾ ഇരുന്ന് ഡെയിലി പഠിച്ചുകൊണ്ടോ ഒരു കാര്യമില്ല. നിങ്ങൾ മുഴുവൻ സിലബസും പഠിച്ചു തീർത്തിട്ടാണ് എക്സാമിന് പോകുന്നതെങ്കിലും ഒരു കാര്യമില്ല. നിങ്ങൾ മോക്ക് ടെസ്റ്റുകൾ എടുക്കണം. അതുപോലെ തന്നെ എങ്ങനെയാണ് ടൈം മാനേജ്മെന്റ് ചെയ്യുന്നതെന്ന് പ്രോപ്പർ ആയിട്ട് ഗൈഡൻസ് എടുത്തിരിക്കണം. കൂടാതെ നിങ്ങളിപ്പോൾ വിചാരിക്കുന്ന പോലെ ഒരു 4 മാസം കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു മാസം കഴിയുമ്പോഴേക്കൊക്കെ നമ്മൾ ടയേർഡ് ആവും. അതുപോലെ തന്നെ മെന്റലി നമുക്ക് ഒരുപാട് പ്രഷർ വരും. സോ ഇതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രോപ്പർ മെന്റർഷിപ്പിന്റെ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് മോട്ടിവേഷൻ സെഷൻ വീക്കിലി ഉണ്ടാവും. നമ്മുടെ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി വീക്കിലി ഒരു മോട്ടിവേഷൻ സെഷൻ എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഈ ഒരു രീതിക്കൊക്കെ വേണം, കൃത്യമായിട്ട് എല്ലാ സാധനങ്ങളോടും കൂടി വേണം നമുക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാൻ. അപ്പോൾ അടിപൊളിയായിട്ട് തന്നെ തയ്യാറെടുക്കുക, നല്ല പ്രോപ്പർ ആയിട്ട് തന്നെ പഠിക്കുക, എപ്പോഴും ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി എടുക്കുക, ഒരു പ്രോപ്പർ ടൈം ടേബിൾ ഡെയിലി ഉണ്ടാക്കുക. അങ്ങനെ വേണം നമ്മൾ പഠിക്കാനായിട്ട്. അപ്പോൾ അടുത്ത വരാൻ പോകുന്ന ദിവസങ്ങൾ നമ്മുടേതായിരിക്കണം. നല്ല അടിപൊളിയായിട്ട് പഠിക്കുക, ഉഷാറായിട്ട് പഠിക്കുക. ഏറ്റവും സൂപ്പർ ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു എക്സാമിനേഷൻ എഴുതി ക്രാക്ക് ചെയ്യാൻ പറ്റുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ബൈ ബൈ.